ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെറും 2 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കടയലിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഈ ഒരു ബൗളിന് ഒരു ബൗൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചുമന്ന പയറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പയറുപരിപ്പ് എടുത്തു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് വേണമെങ്കിലും ഈ ഒരു കറിക്കായിട്ട് എടുത്തു കൊടുക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കൊച്ചുള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നല്ല പഴുത്ത തക്കാളി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിന്റെ മണം ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു ജീരകം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് വേവിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. പരിപ്പ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതായിരിക്കും. ഇനി പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പിനകത്ത് തക്കാളിയും കൊച്ചുള്ളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് കടഞ്ഞു കൊടുക്കാം. അതായത് ഈ കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ പച്ചമുളകിന്റെ എരിവൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്നതായിരിക്കും. ഈ ഒരു കറിക്ക് എരിവ് കുറച്ച് പിന്നിട്ട് നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതുപോലെ തന്നെ ഈ ഒരു കറി തണുത്ത് വരുമ്പോൾ തന്നെ നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും. അപ്പം കുറച്ച് വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. ഈ ഒരു കറി ഇതുപോലെ തന്നെ എടുത്തിട്ട് നെയ്യ് ചേർത്തിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ലേശം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് താളിപ്പ് തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് താളിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കടുക് പൊട്ടിക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കരിഞ്ഞു പോകാനായിട്ട് പാടുള്ളതല്ല. മഞ്ഞൾപ്പൊടിയുടെ നിറം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതായിരിക്കും. മുളക് പൊടി എണ്ണയിൽ നല്ലതുപോലെ ചൂടാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെറും 2 മിനിറ്റിൽ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കടയലിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ചോറിനൊപ്പം ചപ്പാത്തിയുടെ കൂടെയും ഗോതമ്പ് ദോശയുടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.